അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസിൻ്റെ അളവിൽ ബാക്കിയെല്ലാം അളന്നിട്ട് എടുക്കുക. കടലപ്പൊടി എടുക്കുന്ന സമയത്ത് അരിച്ചിട്ട് വേണം എടുക്കാൻ. ചെറിയ ചെറിയ കട്ടകളുണ്ടാവും. അപ്പോൾ ആ കട്ടകളെല്ലാം ഒന്ന് മാറിക്കിട്ടണമെങ്കിൽ ഒന്ന് അരിച്ചിട്ട് എടുക്കുക. 150 ml കപ്പിന് 2 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗ്രാം അളവിലാണെന്നുണ്ടെങ്കിൽ 200 ഗ്രാം കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കപ്പിലാണോ കടലപ്പൊടി അളന്നെടുത്തിട്ടുള്ളത് ആ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാലെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്യുക. ഗ്ലാസിൻ്റെ അളവിൽ മാവ് അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ പാലും അളന്നിട്ടെടുക്കുക. 2 കപ്പ് അളവിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വേണ്ട 1 കപ്പ് അളവിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബാക്കിയെല്ലാം എടുത്താൽ മതിയാവും. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കാം. ഇപ്പം ഞാനൊരു പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്യുക. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് വെച്ച് കൊടുത്താലും മതി. നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും നീളത്തിൽ കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പിസ്തയും ബദാമും നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് എല്ലാ ഭാഗത്തും ഒന്ന് വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കടലമാവ് പാലുമായിട്ട് മിക്സ് ചെയ്ത് കലക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു പാനിലേക്ക് 250 ml കപ്പിന് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് എണ്ണയും എടുക്കാവുന്നതാണ്. നെയ്യ് ഒരുപാട് അങ്ങ് ചൂടാവരുത്. ജസ്റ്റ് നെയ്യൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറുക്കി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടും. ഒരു 1/4 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുക്കാത്തതോ വറുത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നിങ്ങൾ 1 കപ്പ് അളവിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 1.5-2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്താൽ മതിയാവും. റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റവയും കൂടെ ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കപ്പൊടിയാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. സാധാരണ ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് പൊടിയായിട്ട് വരണം. അതുവരെയും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ ഇളക്കി കൊടുക്കും തോറും ഇത് നല്ല പൊടിയായിട്ടായി മാറും. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് കട്ടകളെല്ലാം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചു കൊടുത്ത് പൊടിയായിട്ട് ആക്കിയെടുക്കുക. ഫ്ലെയിം അതുപോലെ കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇളക്കി കൊടുത്ത് പൊടിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു പരുവാവുന്നത് വരെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മൾ ഏത് കപ്പിലാണോ കടലപ്പൊടി അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് പഞ്ചസാര എടുക്കുക. അപ്പോൾ അളവുകളെല്ലാം കൃത്യമായിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ പഞ്ചസാര അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരണം. അപ്പം ഗ്ലാസ്സിലാണ് പഞ്ചസാര അളക്കുന്നതെങ്കിൽ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. 1 ഗ്ലാസ് പഞ്ചസാരയ്ക്ക് 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ പഞ്ചസാര എല്ലാം ഒന്ന് തിളച്ച് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരണം. ഒരു നൂൽ പാവൊന്നും ആയി പോകരുത്. അതുപോലെ തന്നെ ഒട്ടുന്ന പരുവം ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ ഈ കടലമാവിൻ്റെ മിക്സിലേക്ക് അതോടുകൂടി തയ്യാറാക്കിയ പഞ്ചസാര പാനി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് പൊടി ആയിട്ട് വരും. അപ്പോൾ ഈ കടലമാവിൻ്റെ മിക്സിലേക്ക് അതോടുകൂടി തയ്യാറാക്കിയ പഞ്ചസാര പാനി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് പൊടി ആയിട്ട് വരും. അപ്പോൾ ഈ കടലമാവിൻ്റെ മിക്സിലേക്ക് അതോടുകൂടി തയ്യാറാക്കിയ പഞ്ചസാര പാനി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക.
നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പാനിൽ നിന്ന് ഒന്ന് വിട്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരു താമസമില്ല. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തും കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇതുപോലെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കുക. 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം കണ്ടില്ല, പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരണം. സോഫ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മൾ തയ്യാറാക്കിയ മിക്സ് കുറച്ചായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ആ ചൂടോട് കൂടി തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും പാത്രത്തിൽ ചെയ്തിട്ട് എടുത്താലും മതി. അപ്പം എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഇതുപോലെ നാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ചൂടാണ്, ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂട് മാറിയിട്ട് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കാം. ഇനി ബട്ടർ പേപ്പർ നമുക്ക് ഇളക്കി മാറ്റാം. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും. അത്രയ്ക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്